ലോകത്തിന് ബലൂചിസ്ഥാൻ എന്നത് ഭൂപടത്തിൽ എഴുതി വച്ചിട്ടുള്ള പല പേരുകളിൽ ഒന്നു മാത്രമാണ്. എന്നാൽ പാകിസ്ഥാന് ഇന്നത് അവരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു പേടി സ്വപ്നമാണ്. ഇത്രയും കാലമായി ബലൂചിസ്ഥാന്റെ മണ്ണിൽ ഉരുണ്ടുകൂടിയിരുന്ന വിഘടനവാദത്തിന്റെ ഭൂചലനങ്ങൾക്ക് ഇക്കഴിഞ്ഞ നാളുകളിൽ ശക്തി 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ബലൂച്ച് നേതാക്കൾ ചെയ്തത് സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി ആവശ്യം ഉന്നയിക്കുകയല്ല, ബലൂചിസ്ഥാൻ ഇതാ ഇന്നു മുതൽക്ക് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന തീരുമാനവുമായി ജനം തെരുവുകളിൽ നിറഞ്ഞു കഴിഞ്ഞു. ലോകത്തിന് ഇതിനെയും മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നാണ് ബലോച്ച് നേതാവ് മീർ ബലോച്ച് കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തത്. തങ്ങളെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ഇന്ത്യൻ ഗവൺമെന്റിനോട് ഇതിനകം തന്നെ അവർ അപേക്ഷിച്ചു കഴിഞ്ഞു. ന്യൂഡൽഹിയിൽ എത്രയും പെട്ടെന്നൊരു ബലോച്ച് എംബസി ആരംഭിക്കാനുള്ള അനുവാദം തരണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനുമായി നിലവിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ പുറത്താവണം ഇന്ത്യ ബലോച്ച് നേതാക്കളുടെ ആവശ്യങ്ങളോടോ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളോടോ ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ ബഹളങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മർമ്മത്തേറ്റിരിക്കുന്ന പ്രഹരമാണ്. നാട്ടിൽ മുമ്പുണ്ടായിട്ടുള്ള എല്ലാ ഇൻസർജൻസികൾക്കും എന്ന പോലെ ബലൂചിസ്ഥാൻ ഇഷ്യൂവിനും പാകിസ്ഥാന്റെ PR ഏജൻസികൾ പഴിചാരാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെയും മേലെയാണ്. എന്നാൽ അങ്ങനെ ഒരു കുറ്റാരോപണം കൊണ്ട് മാത്രം തീരുന്നതല്ല ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ നേരിടുന്ന പ്രതിസന്ധി. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളുടെ ചരിത്രം വെച്ച് മാത്രം നിലവിലെ പ്രശ്നങ്ങളെ വിലയിരുത്താൻ ശ്രമിച്ചാൽ അത് അപൂർണമാകും. കാരണം ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ളതാണ് ഈ ബലൂച്ച് കോൺഫ്ലിക്റ്റിന്റെ അടിവേരുകൾ. ബ്രിട്ടന്റെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്ന് തുടർച്ചയായ ചതികളും വഞ്ചനകളും മാത്രം നേരിട്ടു വന്ന ഒരു ജനത അവർ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ നടത്തുന്ന സന്ധിയില്ലാ പോരാട്ടങ്ങളുടെ കഥ. ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ പറഞ്ഞുവിട്ട് ഒളിപ്പോര് നടത്തുന്ന പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ തന്നെ നേരിടേണ്ടി വരുന്ന കനത്ത തിരിച്ചടികളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുപോലെ ഈ മാസത്തെ വല്ലാത്തൊരു കഥ എപ്പിസോഡുകൾ അടിസ്ഥാനമാക്കിയുള്ള ക്വിസ് കോൺടെസ്റ്റ് ഈ വെള്ളിയാഴ്ച നമ്മൾ തുടങ്ങുകയാണ്. എപ്പിസോഡുകളിലെ വിവരങ്ങൾ വെച്ചുള്ള ഒരു ക്വിസ് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് അന്ന് ഷെയർ ചെയ്യും. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റിനൊപ്പമുള്ള ഗൂഗിൾ ഫോമിൽ രേഖപ്പെടുത്താൻ 2 ദിവസമാണ് സമയം. ജൂൺ 2 വൈകിട്ട് യൂട്യൂബ് ലൈവിലൂടെ ശരിയുത്തരം പറഞ്ഞവരിൽ നിന്ന് നിശ്ചിത എണ്ണം ആളുകളെ തിരഞ്ഞെടുക്കും. അവർക്കുള്ള സമ്മാനങ്ങളും പ്രഖ്യാപിക്കും. എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അത്ര എളുപ്പത്തിൽ പറിച്ചു കളയാവുന്ന ഒന്നല്ല ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യ. 1947 പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം പിറന്നു വീണപ്പോൾ ബലൂചിസ്ഥാൻ അതിൻ്റെ ഭാഗമായിരുന്നില്ല. അന്ന് സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ച ആ പ്രദേശം പിന്നീട് പല റൗണ്ട് ചർച്ചകൾക്കും ബലപ്രയോഗത്തിനും ഒടുവിൽ ഒരു വർഷമെടുത്താണ് പാകിസ്ഥാന്റെ ഭാഗമാവുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ 44% വിസ്തൃതിയും ബലൂചിസ്ഥാൻ തന്നെ. അതായത് പാകിസ്ഥാൻ ഏതാണ്ട് പാതിയോളം വരുന്ന വലിയൊരു പ്രദേശം. രാജ്യത്തെ ഏറ്റവും വലിയ എത്നിക് പ്രസൻസും ബലോച്ചുകളുടേത് തന്നെയാണ്. പഷ്തൂണുകൾ പോലും അവർക്ക് ശേഷം മാത്രമേ വരികയുള്ളൂ. ബലൂചിസ്ഥാന്റെ മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും ധനികർ ബലോച്ചുകളാവേണ്ടതാണ്. പ്രകൃതിവാതകവും ചെമ്പും സ്വർണവും ഒക്കെയായി ഏതാണ്ട് $1 ട്രില്യൺ വിലമതിക്കുന്ന അമൂല്യ ധാതുക്കൾ കൊണ്ട് അനുഗ്രഹീതമാണ് ബലൂചിസ്ഥാന്റെ മണ്ണ്. പാകിസ്ഥാന്റെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന ബലൂചിസ്ഥാൻ രാജ്യത്തിന് വേണ്ട പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫലഭൂയിഷ്ഠ ഭൂമി കൂടിയാണ്. ഇത്രയൊക്കെ അനുഗ്രഹീതമായിരുന്നിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ളൊരു പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ. ഇവിടെ വേണ്ടത്ര സ്കൂളുകളില്ല, പ്രാഥമിക സൗകര്യങ്ങളില്ല. ഈ അനീതികൾക്കും അവഗണനകൾക്കുമെതിരെ പരാതിപ്പെടുന്നവർ ഒന്നൊന്നായി അപ്രത്യക്ഷമാവും. മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങുന്ന ജനനേതാക്കൾ തട്ടിക്കൊണ്ടുപോകപ്പെടും. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട് തെരുവിൽ എറിയപ്പെടും. അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടും. പാകിസ്ഥാൻ ഗവൺമെൻറ് ഇതിനെ വിളിക്കുന്നത് കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ എന്നാണ്. എന്നാൽ ഇവിടെ നടമാടുന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, കൊടിയ ക്രൂരതകളാണ് എന്ന് ബലോച്ചുകൾ സാക്ഷ്യപ്പെടുത്തും. എന്നാൽ അവരിപ്പോൾ പരാതിപ്പെടുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ, പാക് സൈന്യത്തിൻ്റെ ഭീകരതയെ സായുധമായി തന്നെ ചെറുക്കാൻ അവർ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്.
ഈ തിരിച്ചടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ഒരു വിപ്ലവ സംഘടനയാണ്. പ്രവിശ്യയിൽ നിയുക്തമായിട്ടുള്ള പാക് സൈന്യത്തിനും അതിൻ്റെ പ്രതിനിധികൾക്കുമെതിരായി ബലൂച്ച് വിപ്ലവകാരികളിൽ നിന്നുള്ള തുടർച്ചയായിട്ടുള്ള ചാവേർ ആക്രമണങ്ങളിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇന്ന്. ഒരാഴ്ച കൊണ്ട് 51 ലൊക്കേഷനുകളിലായി അവർ പാക് സൈന്യത്തിനും അധികാര കേന്ദ്രങ്ങൾക്കും എതിരെ നടത്തിയത് 71 ആക്രമണങ്ങളാണ്. മിലിറ്ററി കോൺവോയ്കൾ പോകുന്ന വഴികളിൽ അവർ ലാൻഡ് മൈനുകൾ സ്ഥാപിച്ചു, പോസ്റ്റുകൾ ആക്രമിച്ച് കീഴടക്കി, ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. 2 ആഴ്ച മുമ്പ് BLA ഒരു നഗരം തന്നെ അവരുടെ വരുതിയിലാക്കി കഴിഞ്ഞു. ഇതൊന്നും പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി BLA തുടർച്ചയായി പാക് സൈന്യത്തിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ 400 പേർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു തീവണ്ടി തന്നെ അവർ ഹൈജാക്ക് ചെയ്തു കളഞ്ഞു. 36 മണിക്കൂർ നേരമാണ് അവരതിനെ കൈയടക്കി വെച്ചുകൊണ്ടിരുന്നത്. ആ തീവണ്ടി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ നിരവധി പാക് സൈനികർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷം മാത്രം ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് 1000-ലധികം പാക് സൈനികരാണ്. പ്രദേശത്തെ പ്രൊജക്റ്റുകളിൽ ജോലിക്കെത്തുന്ന ചൈനീസ് പ്രൊഫഷണലുകളെയും വിപ്ലവകാരികൾ വെറുതെ വിടുന്നില്ല. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് 62 ചൈനക്കാരാണ്. മുമ്പ് വെറുമൊരു ഫ്രിഞ്ച് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ മാത്രമായി പാക് ഗവൺമെൻറ് കണ്ടിരുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ന് അങ്ങനെ അവഗണിക്കാനാകുന്ന ഒന്നല്ല. അവരുടെ പക്കൽ ഇന്ന് അത്യാധുനിക ആയുധങ്ങളുണ്ട്. അവരുടെ സ്നൈപ്പർമാരുടെ ഉന്നം പിഴയ്ക്കാറില്ല. അവരുടെ ചാവേർ സംഘങ്ങളും കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നവരാണ്. എന്നു മാത്രമല്ല, തങ്ങളുടെ ആക്രമണങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ പകർത്തി ലോകത്തിനു മുന്നിൽ എത്തിച്ച് അങ്ങനെയും ഭീതി വർദ്ധിപ്പിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ചില ആക്രമണങ്ങളെ ലൈവ് സ്ട്രീം പോലും അവർ ചെയ്യുന്നുണ്ട്. ബലോച്ചുകളും പാകിസ്ഥാനികളും തമ്മിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഈ ബലോച്ച് സ്വത്വം എന്നാണ്. അത് കേവലം പ്രാദേശികമോ വംശീയമോ മതപരമോ രാഷ്ട്രീയമോ മാത്രമായ അസ്തിത്വമുള്ള ഒന്നല്ല. അതെല്ലാം കൂടി കുഴഞ്ഞു കിടക്കുന്ന ഏറെ സങ്കീർണമായ ഒന്നാണത്. ഈ ബലോച്ച് ഐഡൻറ്റിറ്റിയെ കൈകാര്യം ചെയ്യുന്നതിൽ പാകിസ്ഥാനിലെ മുഖ്യധാര രാഷ്ട്രീയക്കാർക്കും സൈനിക ജനറൽമാർക്കും വന്നിട്ടുള്ള പാളിച്ചകളാണ് നിലവിലെ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ നയിച്ചത്. ബലോച്ചുകളുടെ ഉത്ഭവം ചരിത്രത്തിൽ എവിടെയായിരുന്നു എന്ന് കണ്ടെത്തുക സത്യത്തിൽ ഏറെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. കാരണം അവരെക്കുറിച്ച് നമ്മുടെ ലിഖിത ചരിത്രത്തിൽ പരാമർശങ്ങൾ തുലോം തുച്ഛമാണ്. നസീർ ദഷ്തിയെയും മാർഷൽ സാലിൻസിനെയും പോലുള്ള ഗവേഷകർ പറയുന്നത് ബലോച്ച് ചരിത്രം ആരംഭിക്കുന്നത് ഏതാണ്ട് 3 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിലെ തങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ വെടിഞ്ഞ് വടക്ക് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടുമൊക്കെ വെച്ചുപിടിച്ച ഒരു സംഘം ഗോത്രങ്ങളിലാണ് എന്നാണ്. വടക്കു പടിഞ്ഞാറൻ ഇറാനിയൻ പീഠഭൂമിയിൽ കഠിനമായ കാലാവസ്ഥയിൽ ഒരുപാട് കഷ്ടതകളും കെടുതികളുമൊക്കെ അനുഭവിച്ചൊടുവിൽ അവർ അന്ന് ബലാഷക്കാൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രവിശ്യയിൽ വന്ന് പാർപ്പുറപ്പിച്ചു. പാസ്റ്ററലിസ്റ്റ് നൊമാഡിക് സ്വഭാവമുണ്ടായിരുന്ന ആര്യന്മാരായിരുന്നു അവർ. അന്ന് ബലാഷിക് എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇവരുടെ കുടിയേറ്റം അല്പായുസായിരുന്നു. ഇപ്പോൾ എത്തിപ്പെട്ട ഇടത്തിൽ നിന്നും പലായനം ചെയ്യാൻ അവർ വീണ്ടും നിർബന്ധിതരായി. വീണ്ടും നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന പലായനങ്ങൾ, കുടിയേറ്റങ്ങൾ, ഒടുവിൽ ഇറാനിയൻ പീഠഭൂമിയുടെ തെക്ക് കിഴക്കൻ അരികുകളിൽ വന്നടിയുന്ന അവരെ അപ്പോഴേക്കും ലോകം ബലാഷിക് എന്നതിൽ നിന്ന് മാറി ബലോച്ച് എന്ന് വിളിച്ചു തുടങ്ങിയിരുന്നു. അവർ പിന്നീട് അങ്ങോട്ട് അധിവസിച്ച ഈ പുതിയ അഭയകേന്ദ്രമാകട്ടെ ബലോച്ചുകളുടെ നാട് എന്ന അർത്ഥത്തിൽ ബലൂചിസ്ഥാൻ എന്നും അറിയപ്പെട്ടു തുടങ്ങി. സിന്ധു നദിയുടെ കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിൽ അവർ പല ഗോത്രങ്ങളായിട്ട് പിരിഞ്ഞിട്ടാണെങ്കിലും ഒരേ ബലോച്ച് സ്വത്വത്തോടെ കഴിഞ്ഞു പോന്നു. ഈ നിലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. ലോങ്വർത്ത് ജെയിംസ്, ഹെൻറി പോട്ടിങ്കർ എന്നീ ചരിത്രകാരന്മാരുടെ എഴുത്തുകളിൽ 12-ാം നൂറ്റാണ്ടിൽ മീർ ജലാൽ ഖാൻ എന്ന ജനകീയ ബലോച്ച് ഗോത്രത്തലവന്റെ നേതൃത്വത്തിൽ 44ഓളം ബലോച്ച് ട്രൈബുകളുടെ നേതാക്കൾ ഒരു സമ്മേളനം കൂടിയതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ സമ്മേളനത്തിന് ശേഷം ബലോച്ച് ട്രൈബ് റിൻഡ്, ലഷ്കറി, കൊറായി, ഹൗത്ത്, ജാട്ടോ എന്നിങ്ങനെ മുഖ്യമായും 5 പ്രധാന ഗോത്രങ്ങളായിട്ട് നിലകൊണ്ടു. എന്നാൽ ഇങ്ങനെ മീർ ജലാൽ ഖാന്റെ നേതൃത്വത്തിൽ ഒരു ട്രൈബൽ കോൺഫെഡറസി ഉരുവം കൊണ്ടതിന് പ്രൈമറി ഡോക്യുമെൻ്ററി എവിഡൻസുകൾ ഒന്നും തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാനായെന്ന് വരില്ല. അതേസമയം മീർ ജലാൽ ഖാനെ ബലൂചിസ്ഥാൻ്റെ ഫൗണ്ടിംഗ് ഫാദർ എന്ന് വാഴ്ത്തുന്ന വാമൊഴി സാഹിത്യം ബലോച്ച് കൾച്ചറിൽ സുലഭമായിട്ട് കാണാനും സാധിക്കും. 15-ാം നൂറ്റാണ്ടിൽ മീർ ചക്കർ റിൻഡ് ഈ ബലോച്ച് കോൺഫെഡറസിയെ കുറെ കൂടി ശക്തമാക്കുന്നു. കിർമാൻ തൊട്ട് സിന്ധു നദിക്ക് പടിഞ്ഞാറ് വരെ നീളുന്ന ഒരു വലിയ സെമി ഓർഗനൈസ്ഡ് പ്രസ്ഥാനമായിട്ട് അദ്ദേഹം അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അതിനെ അന്ന് വിളിച്ചിരുന്ന പേര് റിൻഡ് ലഷറി യൂണിയൻ എന്നായിരുന്നു. 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പടിഞ്ഞാറ് ഭാഗത്ത് സഫവിദ് സാമ്രാജ്യവും കിഴക്ക് ഇന്ത്യയുടെ ഭാഗത്തേക്ക് മുഗൾ സാമ്രാജ്യവും ശക്തി പ്രാപിച്ചു വന്നു. ഈ 2 ഭാഗത്തു നിന്നും ബലോച്ച് കോൺഫെഡറസിക്ക് മേലെ സമ്മർദ്ദങ്ങളും ഏറി വന്നു. ഇങ്ങനെ ഈ സമ്മർദ്ദങ്ങൾ ഏറി വന്നപ്പോൾ ബലോച്ച് ട്രൈബുകളുടെ ഈ കോൺഫെഡറേഷൻ ചുറ്റുമുള്ള സാമ്രാജ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്കും ഒരു സെൻട്രൽ ലീഡർഷിപ്പ് വേണമെന്ന് ചിന്തിച്ചു തുടങ്ങി.
ബലോച്ച് പ്രവിശ്യയിലെ കലാത്ത് എന്ന പ്രദേശത്ത് കഴിഞ്ഞിരുന്ന അഹമ്മദ് സായി ബ്രാഹുയി എന്ന ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന മീർ അഹമ്മദ് ഖാനെ അവർ ഖാൻ ഓഫ് കലാത്ത് എന്ന പേരിൽ തങ്ങളുടെ ഒരു സെൻട്രൽ അതോറിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു. മീർ അഹമ്മദ് ഖാനെ ഇങ്ങനെ മാനിച്ചിരുന്നപ്പോഴും ചില ട്രൈബുകളുടെ നേതാക്കൾ അവരവരുടെ പ്രദേശങ്ങളിൽ ഓട്ടോണമി വേണമെന്നും ആഗ്രഹിച്ചിരുന്നു. കലാത്ത് പ്രവിശ്യ മൊത്തം മീർ അഹമ്മദ് ഖാൻ്റെ നേരിട്ടുള്ള ഭരണത്തിലും ബാക്കിയുള്ള ട്രൈബൽ ഏരിയകൾ സാമന്ത പദവിയിൽ നിലനിർത്തിക്കൊണ്ട് ബലൂചിസ്ഥാൻ പ്രദേശം അന്ന് ഒന്നടങ്കം അറിയപ്പെട്ടത് ഖാനേറ്റ് ഓഫ് കലാത്ത് എന്ന പേരിലാണ്. ഭാവിയിൽ ബലോചിസ്ഥാനായിട്ട് മാറുന്നത് ഇതേ ഖാനേറ്റ് ഓഫ് കലാത്ത് ആണ്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് കീഴിൽ കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായി വരുന്നു. ഖാനേറ്റിന് അന്നൊരു സൈന്യം ഉണ്ടാകുന്നുണ്ട്, വ്യാപാരത്തിന് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവുന്നുണ്ട്. 1749 മീർ അഹമ്മദ് ഖാൻ്റെ കൊച്ചുമകനായിട്ടുള്ള മീർ നാസിർ ഖാൻ ഭരണത്തിലെത്തുന്നു. തുടർന്നുള്ള വർഷങ്ങളെ ബലോച്ചുകൾ അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബലൂചിസ്ഥാൻ്റെ സുവർണ കാലമെന്നാണ്. നാസിർ ഖാൻ വന്ന പാടെ ഖാനേറ്റിൽ നല്ലൊരു രാഷ്ട്രീയ സംവിധാനമുണ്ടാക്കി. 400,000 സൈനികരെയും 1000 ഒട്ടകങ്ങളെയും ഒക്കെ ചേർത്ത് നല്ലൊരു ബലോച്ച് സൈന്യമുണ്ടാക്കി. ഖാനേറ്റിന് കീഴിലുള്ള നിരവധി ട്രൈബുകൾ അവരവരുടെ സർദാർമാരുടെ ഭരണത്തിന് കീഴിൽ പുലർന്നിരുന്നതുകൊണ്ട് അവരെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു കൗൺസിൽ സിസ്റ്റവും അദ്ദേഹം കൊണ്ടുവന്നു. ബലൂചിസ്ഥാനിൽ ഖാനേറ്റ് ഭരണം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ. അടുത്ത ലാൻഡ്മാർക്ക് ഇയർ എന്ന് പറയുന്നത് 1830 അവിഭക്ത ഇന്ത്യക്ക് മേൽ ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണം പൊടി പൊടിക്കുന്ന കാലം. ബ്രിട്ടനും റഷ്യയ്ക്കുമിടയിൽ ദ ഗ്രേറ്റ് ഗെയിം എന്ന പേരിലുള്ള നിഴൽ യുദ്ധങ്ങൾ അരങ്ങേറുന്ന കാലം. അന്നത്തെ പ്രധാന ട്രേഡ് റൂട്ടുകളൊക്കെയും കടന്നുപോയിക്കൊണ്ടിരുന്നത് മധ്യേഷ്യയിലെ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിലൂടെയായിരുന്നു. ഈ പ്രദേശങ്ങൾ ആരുടെ സൈനിക നിയന്ത്രണത്തിലായിരുന്നോ അവർക്ക് കാര്യമായ മേൽക്കൈ വ്യാപാരത്തിൽ കിട്ടിയിരുന്നു. അത് ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യ അന്ന് ചെയ്യുന്നത് മെല്ലെ മെല്ലെ ഈ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി അവയ്ക്ക് മേൽ തങ്ങളുടെ അധികാരം സ്ഥാപിച്ചെടുക്കുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് നിർത്താതെ റഷ്യയുടെ കണ്ണ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ മേലും അന്ന് വീണിരുന്നു. 1837 റഷ്യ തങ്ങളുടെ ഒരു ഡിപ്ലോമാറ്റിക് എൻവോയി ആയ ക്യാപ്റ്റൻ ഇവാനെ അന്നത്തെ അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന ദോസ്ത് മുഹമ്മദ് ഖാന്റെ അടുത്തേക്ക് നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. ഇങ്ങനെ റഷ്യ അഫ്ഗാനിസ്ഥാന് മേൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നു പോയത് അന്ന് ഇന്ത്യ കൈയടക്കി വെച്ചിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നു. റഷ്യ ഇങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ അധികം വൈകാതെ അവർ ഇന്ത്യക്ക് മേലും കണ്ണുവെക്കുമെന്ന് ബ്രിട്ടൻ ഭയക്കുന്നു. റഷ്യയുമായിട്ട് ഒരു നേർക്കുനേർ പോരിന് താല്പര്യമില്ലാതിരുന്ന ബ്രിട്ടന് ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിൽ ഒരു ബഫർ സോൺ വേണമെന്ന് അന്ന് തോന്നുന്നു. അതിനവർ കണ്ട വഴിയാണ് റഷ്യ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് അഫ്ഗാനിസ്ഥാൻ കീഴടക്കുക എന്നത്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ കീഴടക്കണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടന് കരമാർഗം തങ്ങളുടെ സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കണമായിരുന്നു. അന്ന് അതിന് 2 റൂട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, വടക്ക് ഖൈബർ പക്തൂൺഖ്വ വഴിക്ക് പട്ടാളത്തെ അയക്കണം. അന്ന് അങ്ങനെ അയക്കാൻ ശ്രമിച്ചപ്പോൾ സിഖ് എംപയറിലെ രാജ രൺജിത് സിംഗ് അതിനെ നഖശിഖാന്തം എതിർക്കുന്നു. അതോടെ ബ്രിട്ടീഷ് സൈന്യത്തിന് അടുത്ത ഓൾട്ടർനേറ്റ് റൂട്ടായിട്ടുള്ള ബോലാൻ പാസ്, ക്വറ്റ, ചമൻ വഴിക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. ഈ റൂട്ട് അന്ന് കടന്നു പോകുന്നത് ഖാനേറ്റ് ഓഫ് കലാത്തിലൂടെയാണ്. അങ്ങനെ ഒരു സൈനിക മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ അതിന് പ്രോപ്പർ പെർമിഷനുകൾ വേണം. അത് വാങ്ങാൻ വേണ്ടി ബ്രിട്ടീഷ് എംപയർ അവരുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള അലക്സാണ്ടർ ബേർണീസിനെ അന്നത്തെ ഖാൻ ഓഫ് കലാത്ത് ആയിരുന്ന മെഹ്റാബ് ഖാൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നു. അതിനുവേണ്ടി ബ്രിട്ടൻ ഖാൻ ഓഫ് കലാത്തുമായിട്ടൊരു ഉടമ്പടിയിലും എത്തുന്നു. അതിനുശേഷം 1839 സൈനിക മൂവ്മെൻറ്റ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുള്ളത്, ഈ ഖാനേറ്റ് ഓഫ് കലാത്ത് എന്ന് പറയുന്നത് നിരവധി ഗോത്രങ്ങളുടെ ഒരു ലൂസ് അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഖാനുമായിട്ടൊരു ഉടമ്പടിയൊക്കെ ഒപ്പിട്ടുവെങ്കിലും അത് അഫ്ഗാനിസ്ഥാൻ എത്തുന്നതുവരെയുള്ള ഖാനേറ്റിലെ സകല ഗോത്രക്കാരും പാലിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഖാൻ ഓഫ് കലാത്ത് ബ്രിട്ടീഷുകാർക്ക് ഒപ്പിട്ടുകൊടുത്ത ഉടമ്പടിക്ക് വിരുദ്ധമായിട്ട് ബ്രിട്ടീഷ് സൈനിക കോൺവോയ്ക്ക് നേരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചെറിയ ചെറിയ ആക്രമണങ്ങൾ പലതും അന്നുണ്ടാവുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ സൈന്യത്തിന് നേർക്ക് ആക്രമണങ്ങൾ ഉണ്ടായതോടെ ബ്രിട്ടീഷുകാരുടെ സംശയം നീളുന്നത് മെഹ്റാബ് ഖാന്റെ നേർക്കാണ്. ഖാന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഖാനും അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു രഹസ്യ ധാരണയുണ്ട് എന്നൊക്കെയുള്ള ആശങ്കകൾ അന്ന് ബ്രിട്ടൻ ഉണ്ടാവുന്നു. ഈ സംശയങ്ങളുടെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ പുറത്ത് ബ്രിട്ടീഷുകാർ 1839 ജനുവരിയിൽ മെഹ്റാബ് ഖാന്റെ കോട്ട ആക്രമിച്ച് അയാളെ വെടിവെച്ച് കൊന്നുകളയുന്നു. ഇങ്ങനെ ഖാൻ ഓഫ് കലാത്തിനെ വധിച്ചു കളഞ്ഞുവെങ്കിലും അവർക്ക് ഒരിക്കലും ഈ വിശാലമായ പ്രവിശ്യയെ ഒന്നടങ്കം അടക്കി ഭരിക്കണം എന്നില്ലായിരുന്നു. തങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനുള്ള വഴി അടങ്ങുന്ന പ്രവിശ്യ അവർ സ്വന്തം കൺട്രോളിൽ വെച്ചു. ബാക്കി ഭാഗം പഴയ പോലെ ഖാനേറ്റ് സെറ്റപ്പിൽ സാമന്ത ഭരണത്തിലും അവർ സൂക്ഷിക്കുന്നു. അങ്ങനെ കലാത്ത് വഴിക്ക് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും അധികം വൈകാതെ ബ്രിട്ടൻ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. റഷ്യൻ അധിനിവേശങ്ങൾക്കെതിരെയുള്ള ഒരു ബഫർ സോൺ ഉണ്ടാക്കുക എന്ന ബ്രിട്ടന്റെ ലക്ഷ്യം അതോടെ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ദ ഗോൾഡ്സ്മിഡ് ലൈൻ ധാരണ
ദ ട്രീറ്റി ഓഫ് ഗണ്ടമാർക്ക് എന്നിങ്ങനെയുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിൽ കലാത്തിൻ്റെ അതിർത്തികളോട് ചേർന്ന കുറേ ഭാഗം അഫ്ഗാനിസ്ഥാനോടും ഇറാനോടും ബ്രിട്ടൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിനുശേഷം 1876 ഡിസംബർ 8 ബ്രിട്ടീഷുകാർ കലാത്ത് സ്റ്റേറ്റുമായിട്ടൊരു ഔപചാരിക ഉടമ്പടിയിൽ കൂടി ഒപ്പുവെക്കുന്നു. അതിനെ അവർ ചരിത്രത്തിൽ വിളിക്കുന്ന പേര് ട്രീറ്റി ഓഫ് കലാത്ത് എന്നാണ്. ഈ ഉടമ്പടി പ്രകാരം പ്രവിശ്യയുടെ ഫോറിൻ പോളിസി ബ്രിട്ടീഷ് കൺട്രോളിലാവുന്നു. ആഭ്യന്തര ഭരണം അവർ ഖാൻ ഓഫ് കലാത്തിന് തന്നെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഫോറിൻ പോളിസി ബ്രിട്ടൻ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മേഖലയിലെ റഷ്യൻ സ്വാധീനം പൂർണ്ണമായും അസ്തമിക്കുന്നു. ഇതിനു പകരമായി ബ്രിട്ടൻ കലാത്ത് സ്റ്റേറ്റിന് ആദ്യം 50,000 രൂപയും പിന്നീട് 1,00,000 രൂപയും കപ്പമായിട്ട് കൊടുക്കാനും തുടങ്ങി. 1887 ബ്രിട്ടീഷുകാർ അത്രയും കാലം തങ്ങൾ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ആ ഒരു പ്രദേശത്തെ ഓൺ പേപ്പർ എഴുതി വാങ്ങുകയും ചെയ്യുന്നു. അന്ന് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അതിനെ അവർ വിളിക്കുന്ന പേര് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്നായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അന്ന് ബലൂചിസ്ഥാൻ എന്ന പേര് ഭൂപടത്തിൽ ഇടം പിടിക്കുന്നു. അടുത്ത 19 വർഷക്കാലത്തേക്ക് പിന്നെ കാര്യമായ കോളിളക്കങ്ങളൊന്നും തന്നെ ഈ പ്രദേശത്ത് നടക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്ന സമയം അടുത്തെത്തി. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്നും ഹിന്ദുക്കൾക്ക് ഇന്ത്യ എന്നും രണ്ടായിട്ട് വിഭജിക്കാൻ തീരുമാനമാവുന്നു. അതിൻ്റെ അതിർത്തികൾ നിർണ്ണയിക്കുന്ന ജോലികൾ തിരക്കിട്ട് നടക്കുന്ന സമയമാണ്. അന്ന് ഖാൻ ഓഫ് കലാത്തായിരുന്ന മീർ അഹമ്മദ് യാർ ഖാനും തൻ്റേതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ അന്നുവരെ ഖാനേറ്റ് ഓഫ് കലാത്തിനെ അവരുടെ കോളനി ആക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളക്കാർ ഉപഭൂഖണ്ഡം ഉപേക്ഷിച്ച് പോകുമ്പോൾ തങ്ങൾക്കൊരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിൽ തടസ്സമുണ്ടാവില്ല എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം അങ്ങനെ കരുതാൻ നിയമപരമായിട്ടുള്ള ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. 1876 ട്രീറ്റി ഓഫ് കലാത്തിൻ്റെ ആർട്ടിക്കിൾ 3 പറഞ്ഞിരുന്നത് The British government on its part engages to respect the independence of Kalat എന്നാണ്. അതായത് കലാത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിക്കും എന്നർത്ഥം. എന്നാൽ അന്നും ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള വൈരം അത്ര തന്നെ ശക്തമാണ്. ജിയോ പൊളിറ്റിക്കലി അത്രമേൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആ ഒരു പ്രദേശത്ത് കലാത്ത് സ്റ്റേറ്റ് പോലെ ദുർബലമായിട്ടുള്ളൊരു രാജ്യം നിലനിന്നാൽ അതെല്ലാ കാലത്തും റഷ്യൻ സ്വാധീനത്തിന് വിധേയപ്പെട്ടു പോകാനുള്ള സാധ്യത ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടക്കും. എന്നാൽ അതേസമയത്ത് ഖാനേറ്റ് ഓഫ് കലാത്ത് അടക്കമുള്ള ആ പ്രദേശം പാകിസ്ഥാൻ്റെ ഭാഗമാവുകയാണ് എങ്കിൽ അത് ഈ ഭീഷണിയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. കാരണം പാകിസ്ഥാന് മേൽ ബ്രിട്ടന് റഷ്യയേക്കാൾ സ്വാധീനമുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ ആരംഭിച്ച വളരെ ഗോപ്യമായ ഒരു ചരടുവലിയിൽ ഖാൻ ഓഫ് കലാത്ത് യാതൊരു ധാരണയും കൂടാതെ ചെന്ന് പെട്ടുപോകുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്ന സമയത്ത് പാകിസ്ഥാന് വേണ്ടി വാദിച്ച ജിന്നയും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നെഹ്റുവും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് ഏതു പ്രദേശം ഏതു രാജ്യത്തിൻ്റെ ഭാഗമാകണം എന്ന തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ അവിടെ പ്രസക്തമല്ലായിരുന്നുവെന്ന് അന്ന് ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിൽ പാകിസ്ഥാൻ്റെ ഭാഗമായി എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖാനേറ്റ് ഓഫ് കലാത്തിൻ്റെ മേലും ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ വിഭജന സമയത്ത് ഖാനേറ്റ് ഓഫ് കലാത്ത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിന്നോട്ടെ എന്നാണ് ജിന്ന കരുതുന്നത്. അങ്ങനെ ചെയ്താൽ വിഭജന സമയത്ത് പാകിസ്ഥാനും ഇന്ത്യക്കും അതിനുമേലുള്ള അവകാശവാദങ്ങൾ ഒരുപോലെ അവസാനിക്കും. അങ്ങനെ ഇന്ത്യയുടെ ക്ലെയിമിനുള്ള സാധ്യത അവസാനിക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന് ഈ കലാത്തിനെ അവരുടെ ഭാഗമാക്കാം എന്നായിരുന്നു ജിന്നയുടെ കണക്കുകൂട്ടൽ. നേരത്തെ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ്റെ ഓൺ പേപ്പർ ലീസ് വിഭജനത്തിന് ശേഷം അതുപോലെ പാകിസ്ഥാന് കൈമാറപ്പെട്ടു. അന്ന് അതിന് 2 കാരണങ്ങളാണ് ബ്രിട്ടൻ നിരത്തുന്നത്. ഒന്ന്, അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. 2, ഇന്ത്യയുമായി ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ അതിർത്തി പങ്കിടുന്നില്ല. അതുപോലെ ഖാനേറ്റ് ഓഫ് കലാത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഖരാൻ, മക്കരാൻ എന്നിങ്ങനെ 2 പ്രവിശ്യകൾ കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും മുമ്പ് ഇൻഡയറക്ട്ലി കലാത്തിന് കീഴിലായിരുന്നുവെങ്കിലും അതേസമയം അത് ആ പ്രദേശത്തെ സർദാർമാരുടെ ഓട്ടോണമസ് ഭരണത്തിൽ കൂടി ആയിരുന്നു. ഈ സർദാർമാരുമായിട്ട് നേരത്തെ തന്നെ നല്ല ബന്ധത്തിലായിരുന്ന ജിന്ന വിഭജനത്തിന് ശേഷം ഈ പ്രവിശ്യകൾ പാകിസ്ഥാൻ്റെ ഭാഗമാകുന്നതായിരിക്കും നല്ലത് എന്ന് അവർ ഉപദേശിക്കുന്നു. ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രമാകുന്ന പാകിസ്ഥാൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഓട്ടോണമി അപ്പോഴും പാകിസ്ഥാൻ അവർക്ക് നിലനിർത്തി കൊടുക്കും എന്നായിരുന്നു ജിന്നയുടെ വാഗ്ദാനം. അതുപോലെ അവരുടെ സംസ്കാരം കുറെ കൂടി നന്നായി സംരക്ഷിക്കപ്പെടുക പാകിസ്ഥാൻ്റെ കൂടെ നിന്നാൽ ആകുമെന്നുകൂടി ജിന്ന പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നിയ അവർ അങ്ങനെ പാകിസ്ഥാൻ്റെ കൂടെ ചേരാൻ തീരുമാനിക്കുന്നു. പിന്നെ ജിന്നയ്ക്ക് മുന്നിൽ ബാക്കി ഉണ്ടായിരുന്നത് ഖാനേറ്റ് ഓഫ് കലാത്ത് മാത്രമായിരുന്നു. അന്നത്തെ ഖാൻ ഓഫ് കലാത്ത് ആയിരുന്ന മീർ അഹമ്മദ് യാർ ഖാനെ നേരിട്ട് എന്ന് കാണുന്ന ജിന്ന ഖാനേറ്റ് ഓഫ് കലാത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തുടരണമെന്ന വാദത്തിന് തൻ്റെ പരിപൂർണ പിന്തുണ അറിയിക്കുന്നു.
ജിന്നയിൽ നിന്ന് അപ്രതീക്ഷിതമായി കിട്ടുന്ന ഈ പിന്തുണ ഖാനെ അത്ഭുതപ്പെടുത്തുന്നു. മുഹമ്മദ് അലി ജിന്ന അന്ന് അറിയപ്പെടുന്ന ഒരു ബാരിസ്റ്റർ കൂടി ആയിരുന്നതുകൊണ്ട് ഒരു പടി കൂടി കടന്ന് മീർ അഹമ്മദ് യാർ ഖാൻ ജിന്നയെ തൻ്റെ ലീഗൽ അഡ്വൈസറായി കൂടി നിയമിക്കുന്നു. സ്വതന്ത്ര രാഷ്ട്രമായി തുടരാൻ വേണ്ടി ഖാനേറ്റ് ഓഫ് കലാത്തിന് അന്ന് ബ്രിട്ടനുമായി നടത്തേണ്ടിയിരുന്ന എഴുത്തുകുത്തുകളും റെപ്രസെൻറ്റേഷനുകളും എല്ലാം തയ്യാറാക്കാനുള്ള ചുമതല ഖാൻ അന്ന് ഏൽപ്പിക്കുന്നത് ജിന്നയാണ്. അതുപ്രകാരം 1946 മാർച്ചിൽ ജിന്ന ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മിഷന് മുന്നിൽ സമർപ്പിക്കുന്നു. അതിൽ ജിന്ന ഖാനേറ്റ് ഓഫ് കലാത്തിന് സ്വതന്ത്രമായി തുടരാനാണ് താല്പര്യമെന്ന് തെളിവ് സഹിതം വാദിക്കുന്നു. അതിന് ബ്രിട്ടീഷ് അധികാരികൾ സമ്മതം മൂളുകയും ചെയ്യുന്നു. അതുപോലെ നേരത്തെ ലീസിൽ പാകിസ്ഥാന് കൈമാറിയിരുന്ന ബ്രിട്ടീഷ് ബലോചിസ്ഥാനെയും എന്നേക്കുമായിട്ട് പാകിസ്ഥാന് കൈമാറാൻ ബ്രിട്ടീഷുകാർ ഉറപ്പിക്കുന്നു. അതിനുവേണ്ടിയും ചില ചരടുവലികൾ അന്നവർ നടത്തുന്നു. 1947 ജൂൺ 29 അവർ ബ്രിട്ടീഷ് ബലൂചിസ്ഥാനിലെ തങ്ങളോട് കൂറുള്ള ഷാഹി ജിർഗ ട്രൈബിൽപ്പെട്ടവരെയും മറ്റു ചിലരെയും വിളിച്ചുകൂട്ടി ഒരു ഹിതപരിശോധന നടത്തുന്നു. ഈ വോട്ടിങ്ങിൽ നിന്ന് പക്ഷേ ഖാനേറ്റ് ഓഫ് കലാത്തിനെ അന്നവർ ഒഴിവാക്കുന്നു. അതിൽ അന്നവർക്ക് പ്രതിഷേധവും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അന്ന് വളരെ തിരക്കിട്ട് നടത്തിയ ഹിതപരിശോധന എന്ന പ്രഹസനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ബലൂചിസ്ഥാനെ അന്ന് പാകിസ്ഥാന്റെ ഭാഗമാക്കുന്നു. 1947 ഓഗസ്റ്റ് 4 ഇതിനിടയ്ക്ക് ലോർഡ് മൗണ്ട് ബാറ്റൻ, മുഹമ്മദ് അലി ജിന്ന, ഖാൻ ഓഫ് കലാത്തായിട്ടുള്ള മീർ അഹമ്മദ് യാർ ഖാൻ എന്നിവർ തമ്മിൽ ഒരു വട്ടമേശ സമ്മേളനം നടക്കുന്നു. അതിൽ ഖാനേറ്റ് ഓഫ് കലാത്ത് വിഭജനത്തിന് ശേഷം സ്വതന്ത്രമായി തുടരും എന്ന തീരുമാനവും കൈക്കൊള്ളപ്പെടുന്നു. ഇതേ തീരുമാനം ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആക്കാൻ വേണ്ടി അന്ന് ഖാൻ ഓഫ് കലാത്ത് മൗണ്ട് ബാറ്റനോട് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പക്ഷെ അന്ന് അതിന് തയ്യാറാവുന്നില്ല. മിനിമം ഒരു പബ്ലിക് അനൗൺസ്മെൻ്റെങ്കിലും ഇക്കാര്യത്തിൽ നടത്താൻ പറഞ്ഞിട്ട് അതും മൗണ്ട് ബാറ്റൻ ചെവിക്കൊള്ളുന്നില്ല. എന്തായാലും ഈ കാര്യവും പറഞ്ഞ് കാര്യമായ ബഹളമൊന്നും ഉണ്ടാക്കാൻ അന്ന് ഖാൻ ഓഫ് കലാത്ത് ശ്രമിക്കുന്നില്ല. അന്നേ ദിവസം തന്നെ ഖാനും ജിന്നയും തമ്മിൽ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് കൂടി ഒപ്പുവെക്കപ്പെടുന്നു. ഈ ഉടമ്പടിയിൽ പാകിസ്ഥാൻ ഒഫീഷ്യലി തന്നെ ഖാനേറ്റ് ഓഫ് കലാത്തിൻ്റെ ഇൻഡിപെൻഡൻസിനെ അംഗീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ധാരണകൾക്ക് ശേഷം ഇന്ത്യക്ക് ഖാനേറ്റ് ഓഫ് കലാത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള എല്ലാ അവകാശവാദങ്ങളും അസ്തമിക്കുന്നു. അതിനുശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ ലോകത്തെ അറിയിച്ചപ്പോൾ ഒപ്പം ഖാനേറ്റ് ഓഫ് കലാത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മീർ അഹമ്മദ് യാർ ഖാനും തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഈയൊരു അനൗൺസ്മെൻറ്റ് നടന്ന് ഒരു മാസത്തിനിപ്പുറം, അതായത് 1947 സെപ്റ്റംബർ 12 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഫോർ കോമൺവെൽത്ത് റിലേഷൻഷിപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു സീക്രട്ട് മെമ്മോറാണ്ടം പുറത്തിറങ്ങുന്നു. ഒരു കൊല്ലത്തിനുള്ളിൽ ഖാനേറ്റ് ഓഫ് കലാത്തിനുമേൽ പാകിസ്ഥാൻ നടത്താനിരിക്കുന്ന അധിനിവേശത്തിനു പിന്നിലെ മാസ്റ്റർ മൈൻഡ് ബ്രിട്ടൻ തന്നെ ആയിരിക്കുമെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ രഹസ്യ കേബിൾ സന്ദേശം. അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു: ദ ഖാൻ ഓഫ് കലാത്ത് ഹൂസ് ടെറിട്ടറി മാർച്ചസ് വിത്ത് പേർഷ്യ is of course in no position to undertake the international responsibilities of an independent state. 1947 ഒക്ടോബർ 17 കറാച്ചിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിരുന്ന ഗ്രാഫ്റ്റി സ്മിത്തിൽ നിന്ന് കിട്ടിയ ഒരു ടെലഗ്രാമിനെ റെഫർ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയ ഒരു നോട്ടിലും ജിന്നയ്ക്ക് കലാത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും വിചാരമുണ്ട് എന്ന് തോന്നുന്നു എന്നൊരു പരാമർശമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് തോന്നാമെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഖാനേറ്റ് ഓഫ് കലാത്തിനുമേൽ ജിന്നയും പാകിസ്ഥാനും പിന്നീട് ഉന്നയിച്ച അവകാശവാദങ്ങൾക്ക് അതെല്ലാം കാറ്റു പകർന്നുവെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ സമ്മർദ്ദം ശക്തമാക്കുന്നതിനൊപ്പം പാകിസ്ഥാൻ ഏതു നിമിഷവും കലാത്ത് സ്റ്റേറ്റിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി ഇരുന്നു കൊള്ളാൻ തങ്ങളുടെ സൈന്യത്തിന് ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. അപ്പോഴേക്കും നേരത്തെ ജിന്നയുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്ന ഖരൻ, മക്രാൻ, ലസ്ബേല എന്നീ പ്രവിശ്യകളും പാകിസ്ഥാനൊപ്പം ചേരാനുള്ള അന്തിമ ചർച്ചകൾ തുടങ്ങി. ഇത്രയും ആയപ്പോഴേക്കും 1947 ഡിസംബറിൽ മീർ അഹമ്മദ് യാർ ഖാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് വെച്ചുപിടിക്കുന്നു. പാകിസ്ഥാൻ തങ്ങളെ അവരോട് ലയിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു, തങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു, ഇടപെടണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യങ്ങളെ ബ്രിട്ടൻ നിഷ്കരുണം നിരസിക്കുന്നു. ഈ സമയത്ത് ഖാൻ ഇന്ത്യയോടും അഫ്ഗാനിസ്ഥാനോടുമൊക്കെ ഒരുപോലെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും അന്ന് മീർ അഹമ്മദ് യാർ ഖാനെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. 1948 ജനുവരിയിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് ഖരൻ, മക്രാൻ, ലാസ്ബേല എന്നീ പ്രവിശ്യകളുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി പാകിസ്ഥാനോട് ചേരുന്നതിന് ബദലായി അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പുകൊടുക്കുന്നു. ഒപ്പം മറ്റു പല മോഹന വാഗ്ദാനങ്ങളും അന്ന് പാക് ഗവൺമെൻറ് ഇവർക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ആഴ്ചകൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ 1948 മാർച്ച് 17 ഈ 3 പ്രവിശ്യകളും പാകിസ്ഥാന്റെ ഭാഗമാകുന്നു. ഇത്രയും ആയതോടെ 4 പാടു നിന്നും ശത്രുക്കളാൽ വളയപ്പെട്ട ഒരു അവസ്ഥയായി ഖാനേറ്റ് ഓഫ് കലാത്തിൻ്റെത്. ശരിക്കും അതൊരു ലാൻഡ് ലോക്ക്ഡ് ഏരിയ ആയിട്ട് മാറുന്നു. 1948 മാർച്ച് 27
പാക് സൈന്യത്തിൻ്റെ 7th ബലോച്ച് റെജിമെന്റ് മേജർ ജനറൽ മുഹമ്മദ് അക്ബർ ഖാന്റെ കമാൻഡിൽ ബലൂചിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം തുടങ്ങുന്നു. ഒപ്പം പാക് നേവിയുടെ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകൾ പസ്നി ജിവാനി തുറമുഖങ്ങൾക്ക് സമീപത്തായിട്ട് ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നാലുപാടിൽ നിന്ന് ആക്രമിച്ച ശേഷം ഖാൻ ഓഫ് ഖലാത്തിനെ പാക് സൈന്യം കറാച്ചിയിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാനിൽ ചേരാനുള്ള കരാറിൽ ഒപ്പുവെപ്പിക്കുന്നു. ഇങ്ങനെ പാകിസ്ഥാന്റെ ഭാഗമായ ശേഷം ഈ പ്രദേശങ്ങൾ, അതായത് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ, ഖരൻ, മക്രാൻ, ലാസ്ബേല, ഖാനേറ്റ് ഓഫ് ഖലാത്ത് എന്നീ പ്രദേശങ്ങളെല്ലാം കൂടി ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരൊറ്റ പ്രൊവിൻസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. മീർ അഹമ്മദ് യാർ ഖാനെ ഇങ്ങനെ തോക്കിൻ മുനയിൽ കറാച്ചിയിലേക്ക് കൊണ്ടുപോയി പാകിസ്ഥാൻ കാര്യങ്ങൾ സാധിച്ചെടുത്തുവെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വിഭജനം നടക്കുന്ന കാലം അത്രയും കൂടെ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച ശേഷം പാകിസ്ഥാൻ തങ്ങളോട് കാണിച്ച ഈ വിശ്വാസവഞ്ചന മീർ അഹമ്മദ് യാർ ഖാന്റെ സഹോദരൻ പ്രിൻസ് ആഗ അബ്ദുൽ കരീം ഖാനെ വല്ലാതെ കുപിതനാക്കുന്നു. അദ്ദേഹം ഈ തീരുമാനം തിരസ്കരിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. മെയ് അവസാനത്തോടെ കരീം ഖാൻ തൻ്റെ വിശ്വസ്തരായിട്ടുള്ള 100 യോദ്ധാക്കളെ കൂടെ കൂട്ടി ബലോച്ച് നാഷണൽ ലിബറേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് നേരെ ഗറില്ല പോരാട്ടങ്ങൾ ആരംഭിക്കുന്നു. പാകിസ്ഥാൻ തങ്ങളെ പറ്റിച്ചൊപ്പിടിച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷനെ താൻ പുച്ഛിച്ചു തള്ളുന്നുവെന്ന് അടിവരയിട്ട് പറഞ്ഞ കരീം ഖാൻ ഖാനേറ്റ് ഓഫ് ഖലാത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നു. അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടന്നിരുന്ന സൗത്ത് വെസ്റ്റ് ബലൂച്ച് പ്രവിശ്യയായിട്ടുള്ള ഖരാൻ ഹിൽസിൽ ഒളിച്ചിരുന്നുകൊണ്ടായിരുന്നു ഈ വിമത പോരാട്ടങ്ങളൊക്കെയും. എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും ബലൂചിസ്ഥാന്റെ ഓരോ കോണും കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരുന്ന ഇവരുടെ ആക്രമണങ്ങളിൽ പാക് സൈന്യത്തിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇവരുടെ 1-2 ചാവേറുകൾ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തുരുതുര വെടിവെച്ച ശേഷം തിരികെ അതേ മലനിരകളിലേക്ക് മറയുമായിരുന്നു. ഇങ്ങനെ ഏറെ നാൾ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ സൈന്യം പ്രിൻസ് ആഗ അബ്ദുൽ കരീം ഖാനോടും സംഘത്തോടും ഒരു സന്ധി സംഭാഷണത്തിന് ചെല്ലുന്നു. അന്ന് ഖുറാനിൽ കൈവച്ചുകൊണ്ട് അവർ കരീം ഖാന് കൊടുക്കുന്ന വാക്ക്, ആയുധം ഉപേക്ഷിച്ച് മലയിറങ്ങി വരികയാണെങ്കിൽ അതുവരെയുള്ള കുറ്റങ്ങളൊക്കെയും മാപ്പാക്കാം എന്നായിരുന്നു. പാക് സൈന്യം ആണയിട്ടത് പരിശുദ്ധ ഖുറാനിൽ കൈവച്ചിട്ടായിരുന്നു എന്നതുകൊണ്ട് അതും വിശ്വസിച്ച് കരീം ഖാനും സംഘവും ആയുധങ്ങൾ ഉപേക്ഷിച്ച് മലയിറങ്ങി താഴേക്ക് വരുന്നു. എന്നാൽ ശത്രുക്കൾ താഴേക്കിറങ്ങി വന്നതും പറഞ്ഞ വാക്കിൽ നിന്ന് പാക് സൈനിക ഓഫീസർമാർ നിർലജ്ജം പിന്മാറുന്നു. അവരെ ഒന്നടങ്കം പിടികൂടി ക്വറ്റയിലെ കൽത്തുറുങ്കിൽ അടച്ചു കളയുന്നു. പിന്നീട് ഇവരെ വിചാരണ ചെയ്ത് 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ സംഭവത്തെ പാകിസ്ഥാൻ തങ്ങളോട് ചെയ്ത കൊടിയ വഞ്ചന എന്ന് തന്നെയാണ് ഇന്നും കണക്കാക്കുന്നത്. ഖുറാനിൽ കൈവച്ച് പച്ചക്കള്ളം പറഞ്ഞവരെ തങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നതാണ് അവർ ഇന്നും ചോദിക്കുന്ന ചോദ്യം. എന്തായാലും അന്നത്തെ ബഹളങ്ങളൊക്കെ അടങ്ങി പാകിസ്ഥാന്റെ ഭാഗമെന്ന നിലയ്ക്ക് ബലൂചിസ്ഥാൻ കഴിയാൻ തുടങ്ങി. എന്നാൽ അധികം വൈകാതെ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങി. 1955 ഒക്ടോബർ 14 വീണ്ടും അടുത്ത പ്രതിസന്ധി ഉരുണ്ടുകൂടി. അക്കൊല്ലം പാകിസ്ഥാൻ 1 യൂണിറ്റ് പോളിസി നടപ്പിലാക്കുന്നു. അതായത് പാകിസ്ഥാൻ അന്ന് കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായിട്ടാണ് കിടന്നിരുന്നത്. അതിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ തന്നെ അന്ന് പഞ്ചാബ്, സിന്ധ്, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ്, ബലൂചിസ്ഥാൻ എന്നിങ്ങനെ 4 പ്രവിശ്യകളായിട്ട് വിഭജിച്ചിട്ടായിരുന്നു ഭരിച്ചു പോന്നിരുന്നത്. ഈ 1 യൂണിറ്റ് പോളിസി നടപ്പിലായതോടെ ഈ 4 പ്രവിശ്യകളുടെയും പേരുകൾ മാഞ്ഞു പോകുന്നു. പകരം വെസ്റ്റ് പാകിസ്ഥാൻ എന്ന ഒരൊറ്റ പേര് മാത്രം അവശേഷിക്കുന്നു. അതോടെ അന്നുവരെ പഷ്തൂണി, ബലോച്ച് സ്വത്വങ്ങൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചു നിന്നിരുന്ന പാകിസ്ഥാനിലെ അതാത് പ്രവിശ്യകളിൽ നിന്ന് വന്നിരുന്നവർക്ക് ഒരു ഏകീകൃത പാകിസ്ഥാനി സ്വത്വത്തിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്നു. പഞ്ചാബി ബ്യൂറോക്രസിക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട ഗതികേട് അവർക്ക് വരുന്നു. ഈ 1 യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ബലോച്ച് ഓട്ടോണമിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ആശയമായിരുന്നു. ബലൂചിസ്ഥാന്റെ സ്വത്വവും ചരിത്രവും ഭരണഘടനയും ഒക്കെ അപ്രസക്തമാക്കുന്ന സാഹചര്യം അങ്ങനെ വന്നു ചേരുന്നു. ശരിക്കും ബലൂചിസ്ഥാൻ എന്ന പേര് തന്നെ മാഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അവിടുത്തെ ജനങ്ങൾ രണ്ടാംകിട പൗരന്മാരായിട്ട് മാറുന്നു. ഇതിനെതിരെ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാൻ തുടങ്ങി. 1958 ആയപ്പോഴേക്കും കാര്യങ്ങൾ വല്ലാതെ വഷളായി കയ്യിൽ നിന്ന് പോകും എന്ന അവസ്ഥയായി. ഒടുവിൽ രക്ഷയില്ലാതെ പാകിസ്ഥാൻ ഗവൺമെന്റ് ബലൂചിസ്ഥാനിൽ മാർഷൽ ലോ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ സൈനിക നിയമം നടപ്പിലായതോടെ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ പലതും റദ്ദു ചെയ്യപ്പെട്ടു. അന്ന് ബലൂചിസ്ഥാനിലെ ജലാവാൻ ജില്ലയിൽ സെഹരി ഗോത്രത്തിൽപ്പെട്ട 80 വയസ്സുള്ള നൂറൂസ് ഖാൻ സെഹരി എന്നൊരു ഗോത്രത്തലമുണ്ടായിരുന്നു. അദ്ദേഹം ഈ പുതിയ 1 യൂണിറ്റ് നയത്തെ നഖശികാന്തം എതിർത്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നു. ബലോച്ച് സ്വത്വത്തെ ഇല്ലാതാക്കാനുള്ള പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ നയത്തെ ചെറുക്കാൻ നൂറൂസ് ഖാൻ സായുധ പോരാട്ടങ്ങളുടെ വഴി സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിനു പിന്നിൽ ആ പ്രദേശത്തെ ബലോച്ച് യോദ്ധാക്കളിൽ പലരും അണിനിരക്കുന്നു. ഈ ബലോച്ചുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു പലയിടങ്ങളിലും കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പലരെയും പോലെ യുദ്ധമുഖത്തേക്ക് യുവാക്കളെ കുരുതി കൊടുക്കാൻ പറഞ്ഞു വിട്ട ശേഷം സ്വന്തം ജീവൻ സുരക്ഷിതമാക്കി ഒളിഞ്ഞിരിക്കുന്ന പതിവ് അവർക്കില്ല.
ഈ നൂറുസ് ഖാനും സ്വന്തം മക്കളെ അടക്കം പോർമുഖത്ത് അണിനിരത്തിയാണ് സ്വയം യുദ്ധങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നൂറുസ് ഖാനും സംഘവും നടത്തിക്കൊണ്ടുപോയ ഗറില്ല പോരാട്ടങ്ങൾ പാക് സൈന്യത്തെ ഏറെക്കാലം വട്ടം ചുറ്റിക്കുന്നു. ഒടുവിൽ കഴിഞ്ഞ തവണത്തെ പോലെ സൈനിക ഓഫീസർമാർ വീണ്ടും ഇവർക്ക് മുന്നിലും അനുനയത്തിന്റെ സ്വരവുമായിട്ട് ചെന്നു നിൽക്കുന്നു. പരിശുദ്ധ ഖുറാന്റെ മുകളിൽ കൈവച്ച് സത്യം ചെയ്തുകൊണ്ട് ഇവരെയും ഒത്തുതീർപ്പിന് വേണ്ടി അവർ മലയിറക്കി കൊണ്ടുവരുന്നു. ഇവരോടും പഴയ വിശ്വാസവഞ്ചന പാക് സൈന്യം അതുപോലെ ആവർത്തിക്കുന്നു. അങ്ങനെ കലാപത്തിനിറങ്ങിയ നൂറുസ് ഖാനെയും മക്കളെയും മറ്റു പോരാളികളെയും ഒന്നില്ലാതെ അവർ കടുവേറ്റുകയും ചെയ്യുന്നു. ഈ രണ്ടാമത്തെ വിശ്വാസവഞ്ചനയും പാക് സൈന്യത്തോടുള്ള ബലോച്ചുകളുടെ പകയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. അന്നത്തെ വിപ്ലവം അടങ്ങിയെങ്കിലും അതിനു പിന്നാലെ തന്നെ ബലൂചിസ്ഥാന്റെ പല കോണുകളിൽ നിന്നായി ചെറു സായുധ വിപ്ലവ സംഘങ്ങൾ ഉയർന്നു വന്നു. അവർ പാകിസ്ഥാനി സൈന്യം, പോലീസ്, റെയിൽവേ, സപ്ലൈ ചെയിനുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നിങ്ങനെ എല്ലാറ്റിനും നേരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു തുടങ്ങി. ബലോച്ച് വിമതരുടെ ഒളികേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തി പാക് എയർഫോഴ്സ് അന്ന് സൈന്യത്തെ സഹായിച്ചുവെങ്കിലും മലയിടുക്കുകളിൽ ഒളിച്ചുള്ള ഗറില്ല യുദ്ധത്തെ ചെറുക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഒടുവിൽ ഗതികെട്ട് ജനറൽ യഹിയ ഖാൻ 1970 ജൂലൈ 1-ാം തീയതി 1 യൂണിറ്റ് പോളിസി റദ്ദാക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. 1970 ഡിസംബർ 7-ാം തീയതി പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാനിലെ ദേശീയ പാർട്ടികൾക്ക് പകരം പ്രോ ബലൂച്ചായിട്ടുള്ള NAP അടക്കമുള്ള പ്രാദേശിക കക്ഷികൾക്ക് വോട്ട് നൽകി അവർ വിജയിപ്പിക്കുന്നു. അതേസമയത്ത് തന്നെ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ജോഗ്രഫി തന്നെ പാടെ മാറുന്നു. പുതിയ മാറ്റങ്ങളുടെ വെളിച്ചത്തിൽ പാകിസ്ഥാന് പുതിയൊരു ഭരണഘടന പാസാക്കി എടുക്കേണ്ടി വന്നു. അതിന് അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് ഈ പ്രാദേശിക ബലോച്ച് കക്ഷികളുടെ സഹായം പാർലമെന്റിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ബലൂചിസ്ഥാനിലെ ജനങ്ങളെ ഒന്ന് പ്രീണിപ്പിക്കാൻ തന്നെ ഭൂട്ടോ തീരുമാനിക്കുന്നു. ഈ പ്രീണന നയങ്ങളുടെ ഭാഗമായി ഭൂട്ടോ ബലോച്ചുകളുടെ സർദാറായിട്ടുള്ള അതാഉള്ള ഖാൻ മെങ്കലിനെ ബലൂചിസ്ഥാന്റെ മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുന്നു. ഖോസ് ബക്ഷ് റൈസാനി എന്ന മറ്റൊരു ജനപ്രിയ നേതാവിനെ അദ്ദേഹം ഗവർണറായിട്ടും നിയമിക്കുന്നു. ബലൂചിസ്ഥാന്റെ മറ്റു പ്രവിശ്യകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചവരെ അതത് പ്രവിശ്യകളുടെ തലവന്മാരായി അധികാരം നൽകി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ നടപടികളിൽ വലിയ സന്തുഷ്ടി തോന്നുന്ന ബലോച്ചുകൾ പുതിയ ഭരണഘടന നിർമ്മിച്ച് പാസാക്കിയെടുക്കാൻ ഭൂട്ടോയെ പാർലമെന്റിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നു. അങ്ങനെ വേണ്ടതൊക്കെ ഇവരിൽ നിന്ന് നേടിയെടുത്ത ശേഷം സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാവുന്നു. 1973 ഫെബ്രുവരി 10-ാം തീയതി പ്രധാനമന്ത്രിയായി ദിവസങ്ങൾക്കുള്ളിൽ ഭൂട്ടോ ബലൂചിസ്ഥാനിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായിരുന്ന NAPയെ നിരോധിക്കുന്നു. പ്രവിശ്യയിൽ ഫുൾ സ്കെയിൽ മാർഷൽ ലോയും നടപ്പിലാക്കുന്നു. ബലൂചിസ്ഥാന്റെ ഓരോ മുക്കിലും മൂലയിലും അന്ന് പട്ടാളക്കാർ കയറി നിരങ്ങുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇതൊക്കെ കാരണമായിട്ട് ഭൂട്ടോ പറഞ്ഞത് NAP എന്ന പ്രാദേശിക പാർട്ടി വൈദേശിക ശക്തികളുമായി ചേർന്ന് പാകിസ്ഥാനെതിരെ രാജ്യദ്രോഹപരമായിട്ട് പ്രവർത്തിക്കുകയാണ്, ഗൂഢാലോചന നടത്തുകയാണ് എന്ന മുട്ടുന്യായമാണ്. ഈ മിലിറ്ററി ഓപ്പറേഷനുകളിൽ അന്ന് ആയിരക്കണക്കിന് ബലോച്ച് പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മാധ്യമ പ്രവർത്തകരെന്നോ വിദ്യാർത്ഥികളെന്നോ ആക്ടിവിസ്റ്റുകളെന്നോ ഗോത്ര തലവന്മാരെന്നോ ഭേദമില്ലാതെ പതിനായിരങ്ങൾ അന്ന് ടാർഗറ്റ് ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് ബലോച്ച് സ്ത്രീകൾ അന്ന് സൈനികരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതോടെ ബലോച്ചുകൾ വീണ്ടും ഗറില്ല വാർഫെയറിന്റെ പാത പിടിക്കാൻ തുടങ്ങി. ഭൂട്ടോയെ കഴിവേറ്റി സിയാഉൽ ഹക്ക് അധികാരത്തിലെത്തിയ ശേഷം കുറച്ചു കാലത്തേക്ക് അനുരഞ്ജനത്തിന്റെ ഒരു ഇടവേള ഉണ്ടായെങ്കിലും 2000 അടുപ്പിച്ച് ബലോച്ചുകൾ വീണ്ടും അതിശക്തമായൊരു റിബൽ സേന തന്നെ കെട്ടിപ്പടുക്കുന്നു. അതിന്റെ പേര് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നായിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നത് ബലോച്ച് ജനത ഇന്നോളം നടത്തിയിട്ടുള്ള ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിബൽ പരിശ്രമങ്ങളിൽ ഒന്നിന്റെ പേരാണ്. ബലൂചിസ്ഥാനിൽ ഉടനീളം സാന്നിധ്യമുള്ള ഈ വിമത സേനയിൽ ഏതാണ്ട് 6000-ഓളം ഗറില്ല പോരാളികളാണുള്ളത്. ഈ ബലോച്ച് മൂവ്മെന്റിന് സോവിയറ്റ് യൂണിയനോടും റാഡിക്കൽ മാർക്സിസ്റ്റ് ഐഡിയോളജിയോടുമുള്ള കൂറും സ്വാധീനവും ഒക്കെ വളരെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ കാഡർമാരിൽ പലരും മോസ്കോ ട്രെയിൻഡുമാണ്. ലീഡർഷിപ്പിൽ പൊതുവെ വ്യക്തികേന്ദ്രീകൃതമല്ലാത്ത ഒരു ഫ്ലൂയിഡ് പാറ്റേൺ ആണ് ഈ സംഘടനയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ 2018 ഒരു ചാവേർ ആക്രമണത്തിൽ അസ്ലം ബലോച്ചിനെ കൊന്നതുപോലെ ഒരു നേതാവിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടൊന്നും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒന്നല്ല ബലോച്ച് റെസിസ്റ്റൻസ്. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് ബലൂചിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലാണ് വളരെ തന്ത്രപ്രധാനമായ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തുറമുഖങ്ങളിലൊന്നായിട്ടുള്ള ഗ്വാദർ സ്ഥിതി ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യ എന്നിവയെ കണക്ട് ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ 2003 മുതൽ തടസ്സപ്പെടുത്തി BLA ആഗോള ശ്രദ്ധ നേടിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹൈവേകളുടെയും കന്റോൺമെന്റുകളുടെയും നിർമ്മാണവും ഇവർ തടസ്സപ്പെടുത്തുന്നുണ്ട്. BLAയുടെ പ്രധാന വാദം ഈ വികസനങ്ങളൊക്കെ പുറത്തു നിന്നുള്ളവർക്ക് മാത്രം പ്രയോജനപ്പെടുന്നതാണ് എന്നാണ്.
ഇങ്ങനെ പാകിസ്ഥാന്റെ മറ്റു പ്രവിശ്യകളിലുള്ളവരും വിദേശികളുമൊക്കെ തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും വ്യാപാര ബിസിനസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വഴി ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ജീവിക്കുന്നവരുടെ അവസരങ്ങൾ കൂടി തട്ടിയെടുക്കപ്പെടുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. വലിയ തോതിലുള്ള നിരക്ഷരതയും ദാരിദ്ര്യവും കാരണം ബലോച്ചുകൾക്ക് ഇത്തരം വികസന പദ്ധതികൾ നൽകുന്ന അവസരം ഒരിക്കലും പ്രയോജനപ്പെടുത്താൻ സാധിക്കാറുമില്ല. 2003 BLA-യും പാക് സൈന്യവും തമ്മിലുള്ള സംഘർഷങ്ങൾ അതിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. BLA-യുടെ എക്കാലത്തെയും പ്രധാന ആയുധം മോർട്ടാറാണ്. പാക് സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ നിരന്തരം മോർട്ടാറുകൾ തൊടുത്തുവിട്ട് അവർ തുടർച്ചയായി ആൾനാശം വിതച്ചുകൊണ്ടിരുന്നു. ഈ വിമതരെ അടിച്ചമർത്താൻ വേണ്ടി പാക് സൈന്യം 20,000 പേരടങ്ങുന്ന ഒരു സൈനിക ദളത്തെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് നിയോഗിച്ചിരുന്നു. എന്നാൽ ഈ സൈനിക വിന്യാസങ്ങൾക്ക് ശേഷവും ആക്രമണങ്ങൾ തുടർന്നു പോവുക തന്നെ ചെയ്തു. 2004 മാത്രം 626 റോക്കറ്റ് ആക്രമണങ്ങൾ, അതിൽ 379 റോക്കറ്റുകളും സൂയി ഗ്യാസ് പാടങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു. മറ്റു ചിലത് റെയിൽവേ ട്രാക്കുകളെയും ലക്ഷ്യം വെച്ചു. ഗ്യാസ് പൈപ്പ് ലൈനിൽ 122 ബോംബ് സ്ഫോടനങ്ങളും ഇവർ നടത്തി. തുടക്കത്തിൽ പാക് സർക്കാർ ഈ വിഷയം അവഗണിക്കുന്നു. 2005 പാക് പ്രസിഡന്റ് പർവേസ് മുഷാറഫിന്റെ സന്ദർശന വേളയിൽ തന്നെ BLA കോലു പ്രവിശ്യയിലെ ഒരു പട്ടാള ക്യാമ്പ് ആക്രമിച്ചിരുന്നു. ഈ ഒരു ആക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാൻ BLA-യെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വിഘടനവാദ വിരുദ്ധ സേനയുടെ പ്രവർത്തനങ്ങൾ കർക്കശമാക്കുകയും BLA-യുടെ നിരവധി അംഗങ്ങളെ തിരഞ്ഞുപിടിച്ച് വധിക്കുകയും ഉണ്ടായി. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലെ ചൈനീസ് പാകിസ്ഥാൻ സംവിധാനങ്ങളെ സ്ഥിരമായിട്ട് ആക്രമിക്കുന്ന പതിവും BLA-ക്കുണ്ട്. 2018 കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റ് ആക്രമിച്ച് 4 പേരെ വധിച്ചതിന് പിന്നിലും ഇവരായിരുന്നു. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് വേണ്ടി ജോലിക്കെത്തുന്ന ചൈനീസ് പ്രൊഫഷണലുകളെയും BLA നിരന്തരം ആക്രമിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട് പലവട്ടം. പാകിസ്ഥാനുമായി സഹകരിക്കുന്ന തങ്ങളുടെ ധാതു സമ്പത്തിനെ ചൂഷണം ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ആരും തങ്ങളുടെ ശത്രുക്കളാണ് എന്ന നിലപാടാണ് അവരുടേത് എന്ന് ചുരുക്കം. പാക് സൈന്യത്തിനെതിരെ BLA നടത്തുന്ന ഓപ്പറേഷൻ ഹെറോഫ് ഇതിനകം തന്നെ നിരവധി സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും ചോര കണ്ടു കഴിഞ്ഞു. ദ ഹിന്ദുവിൽ കല്ലോൽ ചാറ്റർജി എഴുതിയ ലേഖനത്തിൽ ബലോച്ച് മൂവ്മെന്റിനും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കുമുള്ള ഇന്ത്യൻ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളുണ്ട്. അസ്ലം ബലോച്ച്, മാമ ഖാദർ തുടങ്ങിയ പല BLA നേതാക്കളും തങ്ങളുടെ അനുയായികൾക്കൊപ്പം പലവട്ടം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നും ഇവിടെ ബലോച്ച് മുന്നേറ്റത്തിന് പിന്തുണ തേടിയിട്ടുണ്ട് എന്നും ഈ ലേഖനത്തിൽ ചാറ്റർജി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ പോരാട്ടങ്ങളിൽ പരിക്കേൽക്കുന്ന പല BLA നേതാക്കളും വ്യാജ പാസ്പോർട്ടിൽ ചികിത്സയ്ക്കെത്തുന്നതും ഇന്ത്യയിലാണ് എന്ന് അദ്ദേഹം ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ പലപ്പോഴായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിട്ടുള്ള ബലൂച്ച് നാഷണൽ ആർമി, ബലൂച്ച് രാജ്, അജോയി സംഘാർ തുടങ്ങിയ സംഘങ്ങൾ അവർക്ക് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന സഹായങ്ങളെയും നിർദ്ദേശങ്ങളെയും പറ്റി തങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും അവകാശവാദം. എന്നാൽ നിലവിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ള ഒരു സംഘടനകളോടും തങ്ങൾക്ക് ബന്ധമുള്ളതായിട്ട് സമ്മതിക്കാൻ ഇന്ത്യൻ സൈന്യമോ റോ എന്ന നമ്മുടെ ചാരസംഘടനയോ തയ്യാറായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യ നേരിടുന്ന തുടർച്ചയായിട്ടുള്ള നുഴഞ്ഞുകയറ്റങ്ങളോടും ഗൂഢാലോചനകളോടും തീവ്രവാദ ആക്രമണങ്ങളോടുമുള്ള പ്രതിരോധം എന്ന് കരുതിയാൽ മതി എന്നാണ് ചില മുതിർന്ന ബ്യൂറോക്രാറ്റുകൾ രഹസ്യമായിട്ടെങ്കിലും സമ്മതിക്കുന്നത്. ഏതിനും അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നതിന് യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ പാകിസ്ഥാനും ഇതുവരെ സാധിച്ചിട്ടില്ല. പാക് സൈന്യവും ISIയും ചേർന്ന് പരിശീലിപ്പിച്ചയച്ച തീവ്രവാദികൾ നടത്തിയത് എന്ന് തെളിഞ്ഞിട്ടുള്ള പെഹൽഗാം ആക്രമണത്തിന് ശേഷം നേരിട്ടല്ല എങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന പേര് നമ്മുടെ മാധ്യമങ്ങളിൽ വീണ്ടും വന്ന് നിറയുന്നുണ്ട്. മെയ് 6-ാം തീയതി റോഡിൽ സ്ഥാപിച്ച ഒരു കുഴിബോംബ് പൊട്ടി 7 പാകിസ്ഥാനി സൈനികർ കൊല്ലപ്പെടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യം പ്രസ് കോൺഫറൻസ് നടത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ പ്രോക്സിയായി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന BLA എന്ന ഭീകര സംഘടന സ്ഥാപിച്ച IED ബോംബാണ് തങ്ങളുടെ സൈനികരെ വധിച്ചത് എന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ നിഴലിൽ BLA കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ പരമാധികാരം ഏറ്റെടുത്തു എന്ന് അവകാശപ്പെട്ട BLAയിൽ നിന്ന് എ ന്യൂ ഓർഡർ ഹാസ് ബിക്കം ഇന്നവിറ്റബിൾ ഇൻ ദ റീജിയൻ എന്ന തലക്കെട്ടോടെ ഒരു പ്രസ്താവനയും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മെയ് 11 നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ BLA നേതാവായിട്ടുള്ള ജിയാൻ ബലോച്ച് ഇന്ത്യക്ക് വളരെ വ്യക്തമായൊരു സന്ദേശം കൂടി നൽകുകയുണ്ടായി. ബലോച്ചിൻ്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എവറി ടോക്ക് ഓഫ് പീസ്, ceasefire and brotherhood from Pakistan is merely a deception, a war tactic and a temporary ruse. അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഓരോ സമാധാന സംഭാഷണവും ഓരോ വെടിനിർത്തലും ഓരോ സാഹോദര്യത്തിൻ്റെ പരിശ്രമവും വെറും ചതി മാത്രമാണ്. അവർക്ക് ചതിക്കാൻ മാത്രമേ അറിയൂ. ഇതെല്ലാം അവരുടെ യുദ്ധതന്ത്രങ്ങളും തൽക്കാലത്തേക്കുള്ള കാപട്യം നിറഞ്ഞ കാട്ടിക്കൂട്ടലും മാത്രമാണ് എന്ന്
പാകിസ്ഥാനോടുള്ള ബലൂചിസ്ഥാന്റെ അതിർത്തിയുടെ കാരണങ്ങൾ പലതാണ്. അതിലാദ്യത്തേത് വിഭവങ്ങളിൽ ഏറ്റവും സമ്പന്നമായ പ്രദേശമായിരുന്നിട്ടും ബലൂചിസ്ഥാൻ രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ പ്രവിശ്യയായി തന്നെ തുടരുന്നു എന്നതാണ്. പാകിസ്ഥാനിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളുടെ ശതമാനം കണക്കാക്കിയാൽ പഞ്ചാബിൽ 26%, സിന്ധ് ഗ്രാമപ്രദേശങ്ങളിൽ 38%, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ 29%. ബലൂചിസ്ഥാനിൽ ഇത് 48% എന്ന് കാണാം. ഏറ്റവും ഉയർന്ന നിരക്ഷരതാ നിരക്കും ബലൂചിസ്ഥാനിലാണ്, 50%. 2003 UNDP തയ്യാറാക്കിയ മാനവ വികസന സൂചികകൾ വെളിപ്പെടുത്തിയത് മിക്കവാറും എല്ലാത്തിലും പട്ടികയുടെ ഏറ്റവും താഴെയാണ് ബലൂചിസ്ഥാൻ എന്നായിരുന്നു. ഗണ്യമായ ഗ്യാസ് നിക്ഷേപങ്ങളും ക്രോമിയം, ചെമ്പ്, ഇരുമ്പ്, കൽക്കരി തുടങ്ങിയ ധാതുക്കളും ഒക്കെയുള്ള ഒരു പ്രദേശമാണിത്. പാകിസ്ഥാനിലെ മൊത്തം ഗ്യാസ് നിക്ഷേപത്തിൻ്റെ 70 മുതൽ 80% വരെയും കൽക്കരിയുടെ ഭൂരിഭാഗവും ഇതേ പ്രവിശ്യയിൽ നിന്നാണ്. ഇത്തരം നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നിട്ടും അർഹമായ വിഹിതമോ പരിഗണനയോ ഈ പ്രവിശ്യയ്ക്ക് കിട്ടാത്തതും ഒരു കാരണമാണ്. മറ്റൊരു കാരണം സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഒന്നിൽ പോലും ബലോച്ചുകൾക്ക് ആവശ്യത്തിന് പ്രാതിനിധ്യമില്ല എന്നതുകൂടിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലോ മന്ത്രാലയങ്ങളിലോ പാകിസ്ഥാനിലെ സായുധ സേനകളിലോ ഉയർന്ന പദവികളിൽ വളരെ കുറച്ച് ബലോച്ചുകൾ മാത്രമേ ഉള്ളൂ. 1947 മുതൽ 77 വരെയുള്ള കാലയളവിൽ കേന്ദ്ര മന്ത്രിസഭകളിൽ ഉണ്ടായിരുന്ന 179 പേരിൽ 4 പേര് മാത്രമാണ് വംശീയ ബലോച്ചുകൾ എന്ന് ഒരു പഠനം വെളിപ്പെടുത്തുന്നു. ഇന്ത്യൻ മണ്ണിലേക്ക് നിരന്തരം തീവ്രവാദികളെ നുഴഞ്ഞുകയറാൻ പറഞ്ഞുവിടുന്ന പാകിസ്ഥാന് അവരുടെ തന്നെ മരുന്നിൻ്റെ സ്വാദറിയാനുള്ള ദുര്യോഗമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ മാറിക്കഴിഞ്ഞു. 4 ദിക്കിലും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കാലങ്ങളായി വഞ്ചിക്കപ്പെട്ട ബലൂചിസ്ഥാനിലെ പോരാളികൾക്ക് അവർ നടത്തുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് രാജ്യദ്രോഹവും ലോകത്തിന് അത് തീവ്രവാദവുമാകാം. എന്നാലും അങ്ങനെ അത്ര എളുപ്പത്തിൽ ആർക്കും അവഗണിക്കാനാവുന്ന ഒന്നല്ല പാകിസ്ഥാന്റെ മർമ്മഭാഗത്ത് തന്നെ കിടന്ന് നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ബലൂചിസ്ഥാൻ എന്ന ആറാത്ത പുണ്ണ്. അവഗണനകൾക്കും ചൂഷണങ്ങൾക്കും മാത്രം നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കുന്ന ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇനിയും സഹിച്ചിരിക്കാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒടുക്കത്തെ പോരാട്ടത്തിനു വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ അവിടെ പാകിസ്ഥാന്റെ മണ്ണിൽ എന്തൊക്കെ നടക്കുമെന്നത് അപ്രവചനീയമാണ്. എന്തായാലും ഇത്തവണ ബലോച്ചുകളുടെ ഭാഗത്തു നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള വിപ്ലവങ്ങൾക്ക് ലോകമാപ്പിൽ പാകിസ്ഥാന്റെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാനുള്ള ത്രാണിയുണ്ടാകാം. അത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.